അമ്മ എന്തൊരുമാതിരി അവാർഡ് പടത്തിലെ പോലെ ശോകമുഖമായി നിൽക്കുന്നു. അമ്മ ആലോചിക്കുകയായിരുന്നു, മോനെ, എത്ര കാലം അമ്മ ഈ പണി തുടങ്ങിയിട്ട് എന്നും ഒരേ പണി തന്നെ. എനിക്ക് 2 പെൺകുട്ടികളായിരുന്നെങ്കിൽ ഒരു കൈ സഹായമാണെന്ന് വിചാരിച്ചിരുന്നു അമ്മ. ഇതിപ്പോൾ 2 ആൺകുട്ടികളല്ലേ ദൈവം തന്നത്. ഒരു ദിവസം മൊത്തമായിട്ട് ടി വിയും കണ്ട് സോഫയിലേക്ക് കാലും നീട്ടിയിരുന്ന് ഒരു ദിവസം ഫുള്ള് ഫ്രീ ആയിട്ട് ഇരിക്കാൻ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് മോനെ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അമ്മ ദാ അവിടെ പോയിരുന്ന് ടി വി കണ്ടോ, സീരിയലോ സിനിമ എന്താന്ന് വെച്ച് കണ്ടോ. അടുക്കളത്തെ പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലറ ചില്ലറ കുക്കിംഗ് ഒക്കെ എനിക്കും അറിയാം. ഇന്ന് നല്ല രുചിയുള്ള ഭക്ഷണം അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരും. എങ്ങനെ? അല്ല, മഞ്ഞപ്പൊടി ഏത് കുപ്പിയിലാണായിരിക്കും? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. മോനെന്താ നോക്കുന്നത്? ടി വി കാണാൻ പോയ അമ്മ ഇവിടെ നിൽക്കുന്നു. മഞ്ഞൾപ്പൊടിയാണോ നോക്കുന്നത്? മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇതാ അവിടെ ആ പാത്രത്തിൻ്റെ അടുത്തുണ്ട്. പാത്രങ്ങളൊക്കെ പളവളാൻ തിളങ്ങുന്നല്ലോ. എന്നെക്കൊണ്ട് വയ്യ. മോൻ എന്താ നോക്കുന്നത്? അമ്മ പാത്രമൊക്കെ നല്ലോണം കഴുകി കഴിഞ്ഞിട്ടേ ആ തട്ടിൻ്റെ മുകളിലേക്ക് കമത്തി വെക്കണം കേട്ടോ, എന്നാലേ നല്ല വെള്ളം വലിയൂ. എനിക്ക് വയ്യ, ഒന്ന് പോയി റെസ്റ്റ് എടുക്കാമേ. ഗ്യാസ് ലൈറ്റർ എവിടെ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിപ്പോൾ എങ്ങനെ കത്തിക്കും? ഇതെവിടെ പോയി? മോൻ എന്താ നോക്കുന്നത്? അമ്മ ഗ്യാസ് ലൈറ്റർ ആണോ? ആ സ്റ്റവിൻ്റെ അടിയിലുണ്ട്. വെറുതെ അല്ല മോളിലൊന്നും നോക്കിയിട്ട് കാണാഞ്ഞത്. ഇതിപ്പോൾ എന്താണ് കഥ? റെസ്റ്റ് എടുക്കാൻ പോയ ആളത്. ഒന്ന് പോയി റെസ്റ്റ് എടുക്കമ്മ. ഇതാ പിന്നെയും വന്നിരിക്കുന്നു. ചോറ് നല്ലോണം ഊറ്റണം, എന്നാലേ നല്ലോണം വെള്ളം വലിയുള്ളൂ. ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിട്ടാലും റെസ്റ്റ് എടുക്കൂലല്ലേ. അന്ന് മൊത്തം അടുക്കളയിലേ കുടിക്കുന്ന വെള്ളം എടുക്കാൻ വന്നതാണ്. ദാഹിച്ചിട്ട് തൊണ്ട വരണ്ടിട്ട്. ഒന്ന് പോയി റെസ്റ്റ് എടുക്കാമ്മ, ഇതൊക്കെ എനിക്കറിയാം.